അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സംസാരിക്കും. അത് കേട്ട് നമ്മൾ ഒരുങ്ങി അച്ഛൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വലിയ ദിവസം കർത്താവ് നമുക്കായിട്ട് സ്വർഗം തുറക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം സ്വർഗത്തിലേക്ക്. വലിയ ദാഹത്തോടെ യോഹന്നാൻ 7:37 ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ ഈശോ പറഞ്ഞു. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന വ്യക്തിയിൽ കാണാൻ കൃപ കിട്ടുക. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയണേയും ദാഹിച്ച് ഒച്ചത്ത് സ്തുതിക്കാം. എല്ലാ ദൈവമക്കളും ചേർന്ന് സ്തുതിച്ചു മാറ്റി അധരം തുറന്ന് ഹൃദയം തുറക്കട്ടെ. ആനന്ദത്തോടെ സ്തുതിക്കാം. കർത്താവേ, അങ്ങയുടെ ഈ വലിയ കൃപയുടെ നിമിഷങ്ങളിൽ ഓരോരുത്തർ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ സ്തുതി സ്തുതി. റോമ 8:26 ഞങ്ങൾ പ്രാർത്ഥിക്കും. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. രണ്ടുവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യം വന്ന ഇടവെറുപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. വചനം ഗ്രഹിക്കാൻ യോഹന്നാൻ 16:13 അഭിഷേകം ഞങ്ങൾക്ക് തരണം. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ നയിക്കാം. കരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ദൈവമക്കളും ചേർന്ന് കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. കരങ്ങളുയർത്തിയടിച്ച് ഈശോ തലയ്ക്ക് മുകളിൽ കരങ്ങളുയർത്തിയടിച്ച് ആത്മാവിൽ ആനന്ദിച്ച് പാടി പ്രാർത്ഥിക്കും. ആരാധന ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന ആരാധന രാജാധി രാജാവിന് ആരാധന. ആരാധന ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന ആരാധന രാജാധി രാജാവിന് ആരാധന. അവൻ വിടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം സൗഖ്യദായകൻ. അവൻ വിടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം സൗഖ്യദായകൻ. ആരാധന ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന രാജാധി രാജാവിന് ആരാധന. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന ആനന്ദത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനേ സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരം ഉയർത്തിയടിച്ച് ഇടത്തോട്ട് വലത്തോട്ട് കരങ്ങളടിച്ച് ആത്മാവിൽ ആനന്ദിച്ച് പാടി പ്രാർത്ഥിക്കാം. ഈശോ ചെങ്കടൽ പിളർന്ന് എന്ന് വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. ചെങ്കടൽ പിളർന്ന് എന്നും വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. മേഘത്തൂണായി തണലായി അഗ്നിസ്തംഭം കാവലായി നടത്തിടും നാഥന് ആരാധന. മേഘത്തൂണായി തണലായി അഗ്നിസ്തംഭം കാവലായി നടത്തിടും നാഥന് ആരാധന. ആരാധന ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന ആരാധന രാജാധി രാജാവിന് ആരാധന. ആരാധന ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന ആരാധന രാജാധി രാജാവിന് ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതി 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 സ്തുതി. സ്തുതി ആരാധന ആരാധന ആരാധന. കരമടിച്ചു പാടാം. കരമടിയത്തി അടിച്ച്
കരങ്ങൾ ഉയർത്തി അടിച്ച് ബാബിലോണിലെ സിംഹക്കുഴിയിൽ ഭക്ഷണം നൽകും ദാനിയേലിൻ ദൈവത്തിനാരാധന. മാറാ നീക്കി പാറയായി ഇറങ്ങി വന്ന മാറാത്ത ദൈവത്തിനാരാധന. ബാബിലോണിലെ സിംഹക്കുഴിയിൽ ഭക്ഷണം നൽകും ദാനിയേലിൻ ദൈവത്തിനാരാധന. മാറാ നീക്കി പാറയായി ഇറങ്ങി വന്ന മാറാത്ത ദൈവത്തിനാരാധന. നാലമായിറങ്ങും കരം പിടിച്ചുയർത്തും ജീവനുള്ള ദൈവത്തിനാരാധന. നാലമായിറങ്ങും കരം പിടിച്ചുയർത്തും ജീവനുള്ള ദൈവത്തിനാരാധന. ആരാധന ആരാധന ത്രിയേക ദൈവത്തിനാരാധന. ആരാധന ആരാധന രാജാതി രാജാവിന് ആരാധന. ആരാധന ആരാധന ത്രിയേക ദൈവത്തിനാരാധന. ആരാധന ആരാധന രാജാതി രാജാവിന് ആരാധന. കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ പിതാവേ ആരാധന സ്വരമേറ്റ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന. കണ്ണുകളടച്ച കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ രോഗങ്ങളും വേദനകളെല്ലാം സമർപ്പിക്കാം. കർത്താവിൻ്റെ വചനം സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ ഇന്നത്തെ കൺവെൻഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവരെയും അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രൂപതയിലുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി അമ്മ മാതാവേ പ്രത്യേക മധ്യസ്ഥം വഹിക്കണമേ. പ്രത്യേകമായി ഡൊമിനിക് അച്ഛനെ അമ്മയുടെ ഹൃദയത്തിൽ പ്രത്യേകം സമർപ്പിക്കുന്നു. അച്ഛനിലൂടെ കർത്താവിൻ്റെ വചനം വെളിപ്പെടാനും പൈശാചിക ശക്തികളിൽ നിങ്ങൾക്ക് വിടുതലും സൗഖ്യവും എല്ലാം ലഭിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു. ആവേ ആവേ ചേർന്ന് പാടാം. ആവേ മരിയ ആവേ 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 മരിയ. കരങ്ങൾ വീശിക്കൊണ്ട് എല്ലാവരും ചേർന്ന് പാടാം. ആവേ 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 മരിയ ആവേ 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 മരിയ. ചേർന്ന് പ്രാർത്ഥിക്കാൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവ്വയർത്തി ഒരിക്കൽ കൂടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ഒരിക്കൽ കൂടെ സ്വരമുയർത്തി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കണ്ണുകളടച്ച് വലതുകരം ഉയർത്തി നമുക്കെല്ലാവർക്കും ചേർന്ന് സങ്കീർത്തനം 91 ചൊല്ലി ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ഇന്ന ദിവസം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന സങ്കീർത്തനമാണ്. ഒരു 10 പേർ കേൾക്കത്തക്ക സ്വരത്തിൽ കണ്ണുകളടച്ച് സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും
ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. അവിടുന്ന് എന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരി രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് എന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതൻ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. ഇവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേ സ്തുതിക്കുന്നു, ഹല്ലേലൂയ സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു, ഹല്ലേലൂയ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശ്വരുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. കർത്താവിൻ്റെ വിശുദ്ധ കുരിശിനാമത്തിന് മുദ്രയിടാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങൾ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ കൺവെൻഷൻ്റെ ഈ 3-ാമത്തെ ദിവസത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഇന്ന്. പകൽ സമയം ധാരാളം ആളുകൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരുന്നു. ഡൊമിനികച്ചൻ അവരെല്ലാം കണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ശക്തികളെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം സംഭവിക്കുന്നത് കാണാൻ കഴിഞ്ഞു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനൊന്ന് വാഴ്ത്തപ്പെടുത്താം. നല്ലൊരു കൈയടി കൊടുക്കാം. ഹല്ലേലൂയ. സർവൈതി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സായാഹ്നത്തിൽ കർത്താവ് നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കാനും, വചനം കേൾക്കുമ്പോൾ പൈശാചിക ശക്തികളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഒരു പ്രാർത്ഥന ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 107:20 വചനം നമുക്കറിയാം. അവിടുന്ന് എൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സൗഖ്യവും വിടുതലും നമ്മൾ സംഭവിക്കും. എസെക്കിയേലിന്റെ പുസ്തകം 2:2 നമ്മൾ വായിക്കുന്നു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. കാരണം കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ വചനത്തിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തും. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹമെല്ലാം നമ്മൾ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദാനിയേലിന്റെ പുസ്തകം 14
37-38 ദാനിയേൽ പ്രവാചകൻ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. ഇവിടെ 6 സിംഹങ്ങളുള്ള കുഴിയിൽ 7 ദിവസം കിടക്കുമ്പോൾ അവിടെ ഹബക്കു പ്രവാചകൻ വന്ന് പറയുന്നുണ്ട്, ദാനിയേൽ, ദാനിയേൽ, ദൈവം അയച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദൈവം അയച്ചു തരുന്ന ഭക്ഷണമാണ് കർത്താവിൻ്റെ വചനം. ഡൊമിനിക് അച്ഛൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കൃപയാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ വാതിൽ കർത്താവ് നമുക്ക് തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രമിതി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ശരിക്കും നമുക്ക് പൈശാചിക ശക്തികളുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന വലിയൊരു ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അതൊരു ധ്യാനമല്ല, നമ്മൾ വചനം കേൾക്കുമ്പോൾ വലിയ വിടുതലും കൃപയും എല്ലാം നമുക്ക് ലഭിക്കും. കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് വലിയൊരു അനുഭവം അണക്കരയിൽ ഒരു കുടുംബം, ഒരു ശരിക്കൊരു ഹൈന്ദവ കുടുംബമാണ്, ഒരു തമിഴ് സംസാരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കുടുംബമാണ്. പക്ഷെ അവർ ഹൈറേഞ്ചിലാണ് വന്ന് താമസിക്കുന്നത്. അവരൊരിക്കൽ അണക്കരയിൽ ഒരു ധ്യാനത്തിനായിട്ട് അപ്പനും അമ്മയും ഹൈന്ദവരാണ്, അവർ വന്നു. അവർ അണക്കരയിൽ വരാനുള്ള വലിയൊരു കാരണമുണ്ട്. ഇവർക്ക് 2 മക്കളുണ്ട്. മൂത്ത മകൾ പെൺകുട്ടി, അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവൾ നല്ല പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു, നല്ല മാതാപിതാക്കളോട് അനുസരണം, അങ്ങനെ നല്ല പഠിക്കുന്ന വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയായിരുന്നു അവൾ. പക്ഷേ കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ ഈ പെൺകുട്ടി അവിടെ ഒരു ലെസ്ബിയനായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുമായിട്ട് തെറ്റായ ഒരു ബന്ധത്തിൽപ്പെട്ടു. ഒരു ആൺകുട്ടിയല്ല, ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ബന്ധത്തിലായി. അങ്ങനെ ഇവർ പറയുന്നത്, ഈ പെൺകുട്ടി അവർ ആരുമായിട്ട് ബന്ധത്തിൽപ്പെട്ടു, അവർ ഈ പെൺകുട്ടിയെ കൊണ്ട് രണ്ടുപേരും കൂടി ബാംഗ്ലൂർക്ക് ഇവർ ഒളിച്ചോടിപ്പോയി. അങ്ങനെ ബാംഗ്ലൂർ പോയി. അങ്ങനെ ബാംഗ്ലൂർ പോയിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ, ഇങ്ങനെ തെറ്റായ, പ്രത്യേകിച്ച് ഇങ്ങനെ ലെസ്ബിയൻ, അങ്ങനെയുള്ള ഹോമോസെക്ച്വലായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ പെട്ടുപോകുന്ന ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടന ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു സഹായത്തോടു കൂടിയാണ് ഇവരുടെ പോയത്. അപ്പം അറിഞ്ഞപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ ഇത്തിരി വിഷമിച്ച് പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇവർ ബാംഗ്ലൂർ ചെന്നു, ഈ പെൺകുട്ടിയെ ചെന്ന്. പക്ഷേ ഈ പെൺകുട്ടിയെ കാണാൻ പോലും അവർക്ക് സാധിച്ചില്ല. അങ്ങനെ വളരെ സങ്കടത്തോടുകൂടെ ഇവർ തിരിച്ചു വന്നു. വളരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്, ഒരു ലീഗൽ സിസ്റ്റം തന്നെയുണ്ട്. അപ്പോൾ ഈ അപ്പനും അമ്മയും ഒരു അച്ഛനടുത്ത് പ്രാർത്ഥിക്കാൻ എന്നപ്പോൾ അവർ പറഞ്ഞു, അണക്കരയിൽ ചെന്ന് ഡൊമിനിക് അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരുന്നത്. ഇവർക്കാണ് ഈ അപ്പനും അമ്മയും, അവർക്ക് മലയാളമൊന്നും അറിയില്ല. ഇപ്പോൾ രണ്ടുപേരും അവിടെ അണക്കരയിൽ വന്ന് 5 ദിവസം താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു. ഈ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം ഇവർ അച്ഛന് ഡെലിവറൻസ് പെയർ കൊടുക്കുന്ന ദിവസം ഇവർ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥന മേടിക്കാനായിട്ട് അച്ഛൻ്റെ പ്രാർത്ഥന മുറിയിൽ ചെന്നു. ഇപ്പോൾ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അച്ഛൻ തമിഴിൽ അവർ പറഞ്ഞപ്പോൾ അച്ഛൻ മലയാളത്തിൽ അച്ഛനെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അച്ഛനതെല്ലാം കേട്ടിട്ട് ഈ അപ്പനും അമ്മയോടും കണ്ണടച്ച് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛന് അവർ രണ്ടുപേരുടെയും ശിരസിൽ കൈവച്ച് യേശു നാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ ഇവരുടെ മകളെ കൂട്ടിക്കൊണ്ടുപോയ ആളുടെ പേര് ചോദിച്ചിട്ട് അച്ഛന് ഇവരുടെ ശിരസിൽ കൈവച്ച് ആ വ്യക്തിയുടെ പേര് പറഞ്ഞു. ഈ ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ അവരോട് പറഞ്ഞു, കർത്താവ് ഇടപെട്ടിട്ടുണ്ട്, ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു രാത്രി പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് ധ്യാനം തീരും. നമുക്കറിയുടെ ധ്യാനത്തിന് വരുമ്പോൾ ഫോണെല്ലാം അവിടെ ഓഫീസിൽ കൊടുക്കും. 9 മണിക്ക് ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ചെന്ന് ഈ ഫോൺ വാങ്ങി. ഫോൺ നോക്കിയപ്പോൾ ഈ മകൾ കുറേ പ്രാവശ്യം ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവൾ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, എന്നെ എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് തന്നെ ഈ മകളെ വിളിച്ചപ്പോൾ ഈ മകൾ പറയാണ്, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകണം, ഞാൻ വലിയ അപകടത്തിലാണ്. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നലെ രാത്രി 11 മണിയായപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന ഈ വ്യക്തിയും ഞാനും തമ്മിൽ ഞങ്ങൾ താമസിക്കുന്ന മുറിയിൽ വലിയ വഴക്കായി.
അപ്പോൾ അവൾ എൻ്റെ വസ്തുക്കളെല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാൻ രാത്രി ആ മുറിയിൽ നിന്നിറങ്ങി ഈ ടൗണിൽ വന്നിരിക്കുകയാണ്. അപ്പൻ എന്നെ എത്രയും പെട്ടെന്ന് വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, തലേ ദിവസം രാത്രി ഞാൻ ഓർക്കുകയാണ്, 11 മണിക്കാണ് അച്ഛൻ ഈ അപ്പനും അമ്മയ്ക്കും ആ പെൺകുട്ടിയുടെ മേലുള്ള പൈശാചിക ശക്തികളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചത്. ആ സമയത്താണ് ബാംഗ്ലൂർ അത്ഭുതം നടന്നത്. കരങ്ങളടിച്ച് കർത്താവിനെ നിർത്തുകയെ ഹല്ലേലൂയ, ശ്രമിതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അണക്കരയിൽ ചിലപ്പോൾ ചില തെറ്റായ ബന്ധങ്ങളിലൊക്കെ പെട്ട യുവതീവാക്കളൊക്കെ ധ്യാനത്തിനൊക്കെ ആയിട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആ പൈശാചിക ശക്തി അവരിൽ വന്നു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്, അവരെ സംരക്ഷിക്കുന്നവരോട് അവർക്ക് വെറുപ്പായിട്ട് മാറും. അതാണ് പൈശാചിക ശക്തി ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയെ സംരക്ഷിക്കുന്നവരോട് വെറുപ്പായിട്ട് മാറും. അവരെ സംരക്ഷിക്കുന്ന ദൈവത്തോട്, സംരക്ഷിക്കുന്ന തിരുസഭയോട്, സംരക്ഷിക്കുന്ന അപ്പനോട് അമ്മയോടൊക്കെ വെറുപ്പായിട്ട് മാറിയിട്ട് അപരിചിതരോട് സൗഹൃദം കൂടുന്ന വലിയൊരു തിന്മയുടെ അരൂപി പൊസസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അനേകം എല്ലാ ധ്യാനത്തിനൊക്കെ അനേകം യുവതിയുവാക്കളൊക്കെ, വിശുദ്ധരായ ഒത്തിരി യുവതിയുവാക്കളുണ്ട്. അണക്കരയിലൊക്കെ വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിക്കുന്ന അനേകം യുവതിയുവാക്കളുണ്ട്. പക്ഷേ ചില പൈശാചിക ബന്ധനങ്ങളിൽ പെട്ടുപോകുന്ന ആളുകൾ വരുമ്പോൾ അവരെ സംരക്ഷിക്കുന്നവരോട് അവർക്ക് വെറുപ്പായിട്ടും, അത് പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ പുസ്തകത്തിൽ സാമുവേലിൻ്റെ പുസ്തകം വായിക്കുന്ന സാവൂളിൽ പൈശാചിക ശക്തി ആവസിച്ചു കഴിഞ്ഞപ്പോൾ സാവൂളിന് ദാവീദിനോട് വെറുപ്പായി. ദാവീദ് ആരാണ്? സാവൂളിനെ സംരക്ഷിക്കുന്നവനാണ് ദാവീദ്. തന്നെ സംരക്ഷിക്കുന്ന ദാവീദിനോട് സാവൂളിന് വെറുപ്പായത് സാവൂളിൻ്റെ ഉള്ളിൽ ഈ പൈശാചിക അരൂപി വന്നു കഴിഞ്ഞപ്പോഴാണ്. പ്രിയപ്പെട്ടതാണ്, ഈ തിന്മയുടെ ശക്തി വന്നു കഴിയുമ്പോൾ നമ്മെ സംരക്ഷിക്കുന്നവരോട് നമുക്ക് വെറുപ്പായിട്ട് മാറും. അതാണ് പിശാച് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ആ വ്യക്തിയെ ദൈവത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് അകറ്റുക, എലിയനേഷൻ, ദൈവത്തിൽ നിന്ന് അകറ്റുക, തിരുസഭയിൽ നിന്ന് അകറ്റുക, കുദാശകളിൽ നിന്ന് അകറ്റുക, മാതാപിതാക്കളിൽ നിന്നൊക്കെ അകറ്റുക. ഒന്നാമത് ഒരു വ്യക്തി പൈശാചിക ശക്തിയെ വ്യക്തിയെ സ്വാധീനിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയെ ദൈവത്തിൽ നിന്ന് അകറ്റും. ദൈവത്തോട് റോമ 8:7 പറയുന്ന പോലെ ജഡിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവീകമായ കാര്യങ്ങളോട് അവർക്കുള്ളിൽ ഒരറപ്പും വെറുപ്പും ഉണ്ടാകും. അവരെ ദൈവത്തിൽ നിന്ന് അകറ്റും. പിശാച് ഒരു വ്യക്തിയെ സ്വാധീനിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് ഏലിയനേഷൻ. ദൈവത്തിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, തിരുസഭയിൽ നിന്നും, നമ്മുടെ ഇടവകയിൽ നിന്നും, പ്രാർത്ഥനയിൽ നിന്നും, കുദാശയിൽ നിന്നൊക്കെ അകറ്റും. രണ്ടാമത്തെ കാര്യമാണ് അവരിൽ പാപം ചെയ്യിപ്പിച്ച് അവരെ പൊസസ് ചെയ്യും, അവരിൽ ആവസിക്കും. ചില ദുശീലങ്ങൾ, തിന്മയിലൊക്കെ അഭിലാഷങ്ങളൊക്കെ അവരെ കുടുങ്ങി അതവരെ പൊസസ് ചെയ്യും. എപ്പോഴും ആ തിന്മ തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹം അവർക്ക് കൊടുക്കും. ഏലിയനേഷൻ, പൊസഷൻ. മൂന്നാമത്തെ കാര്യമാണ് ഡിസ്ട്രക്ഷൻ. അവരെ നശിപ്പിക്കും. തിന്മയുടെ ശക്തി നശിപ്പിക്കും. പ്രിയപ്പെട്ട മക്കളെ, ദിവസങ്ങളെല്ലാം നമ്മുടെ മക്കളെ, പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് കൊണ്ടുവന്നുകൊണ്ട് ഈ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ആ പൈശാചിക ശക്തി മാറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും അവർ വെളിപ്പെടുന്ന നമുക്ക് കാണാൻ പറ്റും. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാലോ? ഹല്ലേലൂയ. സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. വലത് കരമേർത്തി ഈശോയെ എന്ന് വിളിച്ചേ. സ്വരമേർത്തി ഈശോയെ എന്ന് വിളിച്ചേ. ഒരു 10 പേർ കേൾക്കത്തക്ക സ്വരത്തിൽ ഈശോയെ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ. സ്വരമേതി ഹല്ലേലൂയ.
പ്രിയപ്പെട്ട മക്കളെ, ഞാൻ അണക്കരയിൽ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾ ധാരാളം വൈദികരുണ്ട്. ഞങ്ങൾ 8ഓളം വൈദികരവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ചില അടയാളങ്ങളും അത്ഭുതങ്ങളും കാണും. അപ്പോൾ നമ്മുടെ വിശ്വാസം ഒത്തിരി വർദ്ധിക്കും. എനിക്ക് എൻ്റെ വിശ്വാസം വർദ്ധിച്ച വലിയൊരു അത്ഭുതമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഒരു കുടുംബം, അതുപോലെ കോഴിക്കോട് എന്ന സ്ഥലത്തൊരു കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു കുടുംബം വയനാട്ടിൽ നിന്നാണ് അവർ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇവരുടെ മകൾക്ക് 23 വയസ്സുണ്ട്. അപ്പോഴേ പെൺകുട്ടിക്ക് വലിയൊരു മാനസിക രോഗമായിട്ട് കോഴിക്കോട് ഒരു ആശുപത്രിയിൽ ഏകദേശം 10 ദിവസങ്ങളായിട്ട് അഡ്മിറ്റഡാണ് ഈ പെൺകുട്ടി. അപ്പോൾ അവിടെ നിന്നാണ് ഇവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൺവെൻഷൻ്റെ സമയത്ത് പകൽ സമയം അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ രോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല, ഇതൊരു ലൈഫ് ലോങ് ഡിസോർഡറാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റഡാണ്. അപ്പോൾ ഇവർ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അച്ഛന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവരോട് പറഞ്ഞു, ഇത് ഒരു പൈശാചിക പീഡയാണ്, ഇത് പ്രാർത്ഥിച്ച് വചനം കേട്ട് ഡെലിവറൻസ് പെയർ കിട്ടണം, അപ്പോൾ സൗഖ്യപ്പെടും, നിങ്ങൾ അണക്കരയിലേക്ക് ധ്യാനിക്കാനായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ അപ്പം പറഞ്ഞു, അച്ഛാ ഇവളെ എങ്ങനെ കൊണ്ടുവരും, ഇവൾ ഒത്തിരി പ്രശ്നമാണ്. അപ്പോൾ ആ സമയത്ത് അവർ പറയാണ്, ഇവൾക്ക് ഈ അസുഖം വന്നതിന് ശേഷം ഇവൾ സംസാരിക്കില്ല, നമ്പായിപ്പോയി. 2 ഭക്ഷണമൊന്നും കഴിക്കില്ല, ഭക്ഷണമൊക്കെ വാരിക്കൊടുത്താലും വായിൽ ഇങ്ങനെ വെക്കുന്നല്ല, അതൊന്നും ചെയ്യില്ല, സ്വന്തമായിട്ട് ഒന്നും ചെയ്യില്ല. ഒരു വസ്തു പോലെ, ഒരു ഒബ്ജക്റ്റ് പോലെ, നമ്മളൊരു സ്ഥലത്തൊരു വസ്തു വെച്ചാൽ അത് അവിടെ ഇരിക്കും, അതുപോലെ ആയിപ്പോയി പെൺകുട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സാരില്ല, നിങ്ങൾ വന്ന് അണക്കരയ്ക്ക് വാ, ശുശ്രൂഷകരൊക്കെ സഹായിക്കും, ഞങ്ങൾ സഹായിക്കാം, വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ അടുത്ത ധ്യാനത്തിൽ അപ്പനും അമ്മയും ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് ധ്യാനത്തിൽ പങ്കെടുത്തു. ഞാൻ ഓർക്കുകയാണ്, അവർ ധ്യാന ഹാളിൻ്റെ പുറകിലാണ് ഈ പെൺകുട്ടി ഇരിക്കുന്നത്. അപ്പനും അമ്മയും ധ്യാനം കൊടുന്നു, ശുശ്രൂഷകനാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക. പക്ഷെ ഇവള് പുറകിൽ വന്നൊരു കസേരയിൽ ഇരിക്കും, പക്ഷെ ഒരു മൂവ്മെൻ്റ് ഇല്ല, ഒന്ന് സംസാരിക്കുകയോ സ്വന്തമായിട്ടൊന്നും ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റില്ല. ഒരു ജീവനുള്ള ഒരു വ്യക്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആ കുട്ടി അവിടെ ഇരുന്നിട്ട് ഈ വചനമെല്ലാം കേട്ടു. ഞാനൊന്ന് ഓർക്കാൻ കാരണം, ഈ പെൺകുട്ടി കുമ്പസാര ദിവസം ശുശ്രൂഷകർ എൻ്റെ അടുത്ത് കുമ്പസാരിക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പം ഞാൻ ഏകദേശം 1-1.5 മണിക്കൂർ ഈ പെൺകുട്ടിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് കുമ്പസാരത്തിൻ്റെ ആശീർവാദം കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടി എത്രയോ എനിക്കറിയാവുന്നവളുടെ ഒരു അവസ്ഥ. അത് കഴിഞ്ഞ് കുമ്പസാരിച്ചും അത് കഴിഞ്ഞ് പെൺകുട്ടി ധ്യാനം കൂടി. ധ്യാനത്തിൻ്റെ താമസിച്ചുള്ള ധ്യാന അണക്കരയിൽ വലിയ ഡെലിവറൻസിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു എന്നോർക്കാണ്. അവസാനമാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പനും അമ്മയ്ക്കും ഡെലിവറൻസ് പെയർ കൊടുത്തിട്ട് ഈ പെൺകുട്ടിയുടെ ശിരസിൽ കൈവച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കാൻ അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഈ കുട്ടിയെ ഉടനെ കൊണ്ടുപോയി കിടത്തി, ഡോർമെട്രി കൊണ്ടുപോയി കിടത്താൻ പറഞ്ഞു, അവൾ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ശുശ്രൂഷകർ കൊണ്ടുപോയി പെട്ടെന്ന് ഡോർമെട്രി കൊണ്ടുപോയി കിടത്തി. പ്രിയ മക്കളെ, അടുത്ത ദിവസം ധ്യാനം തീരുന്ന ദിവസമാണ്. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കാനായിട്ട് മണിയടിക്കും. അപ്പോൾ ഈ പെൺകുട്ടി പറയാണ്, ഞാൻ രാവിലെ ധ്യാന കേന്ദ്രത്തിൽ ഈ മണിയടിക്കുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്നപ്പോൾ എനിക്ക് അസുഖം വരുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നോ അങ്ങനെയാണ് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റത്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മറുത്ത് വേദികെ. അപ്പോൾ ഇവിടെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാൻ അണക്കരയിൽ വരുന്നതിന് മുമ്പ് ഞാൻ സൈക്കോളജി പഠിച്ച് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരു മേഖലയിലാണ്. അപ്പം ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, എപ്പോഴും നമ്മൾ ശാരീരിക രോഗം സുഖപ്പെടും, പക്ഷെ ഇങ്ങനെയുള്ളൊരു മാനസിക രോഗം സുഖപ്പെടുന്നത്. അന്ന് രാവിലെ 9 മണിയായപ്പോൾ ഈ പെൺകുട്ടി ഈ ബാഗെല്ലാം എടുത്തുകൊണ്ട് ധ്യാനം കഴിഞ്ഞപ്പോൾ ഓടി വന്നിട്ട് ഞങ്ങൾ കുമ്പസാരിപ്പിക്കാനിരിക്കുന്ന ഞാനിരിക്കുന്ന ക്യാബിനിൽ ഇവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ചോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അന്നേരം അവളെന്നോട് പറഞ്ഞു, എനിക്കെന്തോ കുഴപ്പമുണ്ടായിരുന്നു അച്ഛാ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാം ശരിയായി. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ കുറിച്ച് മനസ്സിലായി. ഈശോയെ എന്നൊന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. കരങ്ങളടിച്ച് കർത്താനോ, കരങ്ങളടിച്ച്, കരങ്ങൾ ഉയർത്തിയടിച്ച്. അതാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, ഡൊമിനിക്കച്ചൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ചില പ്രശ്നങ്ങളിലുള്ള പൈശാചിക ശക്തി ബഹിഷ്കരിക്കപ്പെടും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന് സ്വർഗം കൊടുത്ത വലിയൊരു വരമാണത്. അപ്പസ്തോലിക വരമാണ്. പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാനുള്ള വരം. അത് നമുക്കറിയാം, ബൈബിൾ നമ്മൾ വായിക്കുന്നു, 12 നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗം നമുക്ക് തരുന്ന വലിയൊരു വരമാണ് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം. അത് വിശുദ്ധര് പറയും, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം കിട്ടിയ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ പിശാച് പിന്മാറുമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാക്കളെ വിവേചിച്ചറിയാൻ, ഒരു പ്രശ്നത്തിൽ ഒരു വ്യക്തിയിൽ പൈശാചിക അരൂപിയുണ്ട് എന്ന് കാണാൻ സ്വർഗം അറിവ് കൊടുത്ത ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ പൈശാചിക ശക്തി അവരെ കാണുമ്പോൾ തന്നെ പിന്മാറുമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രമിതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വിശുദ്ധനായ ബെനഡിക്റ്റ് പുണ്യവാളന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. ഈ പുണ്യവാളൻ റോമിൽ പഠിക്കാൻ വന്നു. അതിനുശേഷം ഈ വിശുദ്ധൻ അവിടെ നിന്ന് താപസ ജീവിതത്തിലേക്ക് പോയി. ഗുഹയിൽ പോയി ഏകാന്തതയിലിരുന്ന് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വചനം വായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒറ്റയ്ക്ക് ഗുഹയിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒറ്റയ്ക്ക് ഗുഹയിലിരുന്ന് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വിശുദ്ധന് സ്വർഗം കൊടുത്ത വലിയൊരു വരമാണ് പൈശാരൂപികളെ വിവേചിച്ചറിയാനുള്ള വരം കൊടുത്തു. ഡൊമിനിക്കച്ചൻ എപ്പോഴും പറയും, അണക്കരയിലൊക്കെ വന്ന് നമുക്കറിയാം, വളരെ പരിമിതമായ ലളിതമായ ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മളവിടെയൊക്കെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ ശുശ്രൂഷ നടത്തുമ്പോൾ അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് തപസ് വേണം, പരിഹാര ജീവിതം വേണം, ദൈവവചനം ഒറ്റയ്ക്കിരുന്ന് തനിയെ ഭക്ഷിക്കണം. അതാണ് അച്ഛൻ എപ്പോഴും ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ഛൻ ജനക്കൂട്ടത്തിൽ നിന്നൊക്കെ ഓടി ഓടി മാറും. അച്ഛൻ പറയും, തനിയെ ഇരുന്ന് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ നാളുകളിലൊക്കെ അച്ഛൻ ഞങ്ങളോട് പറയാറുണ്ട്, ഈ നാളുകളിലൊക്കെ ധാരാളം കൺവെൻഷന് അച്ഛനെ വിളിക്കാറുണ്ട്. അച്ഛൻ പറയും, ഇനി കൺവെൻഷൻ അധികം വേണ്ട, നമുക്ക് നമ്മുടെ ധ്യാന കേന്ദ്രത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ വരുന്ന ആളുകൾക്ക് വചനം കേൾക്കുകയും വചനം കൊടുക്കും, അങ്ങനെ താപസ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നു. ധാരാളം കൺവെൻഷൻ വരും. ഇവിടെ അച്ഛന് ഇവിടെ അടുത്ത് വലിയൊരു അനുഗ്രഹമാണ്. ഈ ദിവസങ്ങളൊക്കെ ധാരാളം കൺവെൻഷൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അല്ല കൺവെൻഷനല്ല, നമുക്ക് തപസ്, പ്രാർത്ഥന, അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും വെളിപ്പെടുന്ന അച്ഛൻ ഈ നാളുകളിൽ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ ഈ ബെനഡിക്റ്റ് പുണ്യവാളൻ ഗുഹയിലിരുന്ന് തപസ് ചെയ്തപ്പോൾ, നാവിനെയൊക്കെ നിയന്ത്രിച്ച് കർത്താവിൻ്റെ വചനം വായിച്ചപ്പോൾ ഈ വിശുദ്ധന് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം കിട്ടി. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഉണ്ടാവും. അപ്പോൾ കുറേ ആളുകൾ ഈ അത്ഭുതം നടന്ന് അടുത്തു വരുമ്പോൾ ഈ ബെനഡിക്റ്റ് പുണ്യവാളൻ ആളില്ലാത്ത സ്ഥലത്തേക്ക് ഓടിപ്പോകും. വീണ്ടും വിജനപ്രദേശം, വേറൊരു സ്ഥലം പോയി അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ അവസാന അദ്ദേഹം ഒരാശ്രമത്തിൽ കഴിയുമ്പോൾ ഈ വിശുദ്ധന് ധാരാളം സന്യാസികൾ കൂടെയുണ്ട്. അവരെല്ലാം ഈ വിശുദ്ധൻ്റെ കൂടെ തപസ്സെടുത്ത് പ്രാർത്ഥിക്കും. വിശുദ്ധൻ പറയുന്നത്, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, ജോലി ചെയ്യുക, ഓറായത്ത് ലെബോറ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയും പരിഹാര ജീവിതം നയിക്കുകയും ചെയ്യുമ്പോഴാണ് പൈശാചിക ശക്തികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടുന്നത്. അപ്പോൾ ഈ വിശുദ്ധൻ അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഈ ആശ്രമത്തിൽ ഒരിക്കലും അത്ഭുതം ഉണ്ടായി. ഈ വിശുദ്ധൻ ഗുഹയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അങ്ങനെ പകൽ സമയം ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സന്യാസികൾ ഇങ്ങനെ ഇവരുള്ള ആശ്രമത്തിൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യാൻ പോയപ്പോൾ അവിടെ ആ തോട്ടത്തിൽ ഒരു പാറക്കല്ല് കണ്ടു. അപ്പോൾ ഇവർക്കത് അവിടുന്ന് ഉരുട്ടി മാറ്റണം. അപ്പോൾ ഇവർ അത് ഉരുട്ടി മാറ്റാൻ വേണ്ടി 2-3 പേര് അത് തള്ളി നോക്കി, പക്ഷെ അനങ്ങുന്നില്ല. അപ്പോൾ ഇവർ പോയി വേറെ കുറേ ആളുകളെ വിളിച്ചു കൊണ്ടുവന്നു.
അവരെല്ലാവരും കൂടെ വന്നിട്ട് ഇത് അനക്കി നോക്കി, പക്ഷേ പറ്റുന്നില്ല. അപ്പോൾ ഇവർ പറയാണ്, ആശ്രമത്തിൽ എല്ലാ സന്യാസികളും വന്നു. അത്രയും വലിയ കല്ലല്ല, അത്രയും വലിയ ഭാരമില്ല, പക്ഷേ എല്ലാവരും ചേർന്ന് ഇത് നീക്കാൻ പരിശ്രമിച്ചിട്ടും ഈ കല്ല് അനങ്ങുന്നില്ല. അപ്പോൾ ഇവർ പോയി ബെനഡിക്റ്റ് പുണ്യവാളനെ വിളിച്ചു കൊണ്ടുവന്നു. ഈ പുണ്യവാളൻ വന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഈ ബെനഡിക്റ്റ് പുണ്യവാളൻ ഈ കല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ പാറയുടെ മുകളിൽ ഒരു പൈശാചിക അരൂപി ഇരിക്കുന്നത് കണ്ടു. അപ്പോഴാണ് ബെനഡിക്റ്റ് പുണ്യവാളൻ കുരിശെടുത്ത് അതിനെ ബന്ധിച്ച് യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ആ 2-3 പേര് തള്ളിയപ്പോഴേ ഈ കല്ല്, പാറക്കല്ല് മാറിപ്പോയി. ബെനഡിക്റ്റ് പുണ്യവാളൻ പറയാണ്, ആ പാറക്കല്ല് മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ കുഴിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുകയാണ്, ആ കല്ലിനടിയിൽ ഒരു വിജാതീയ വിഗ്രഹം കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ വിശുദ്ധൻ പറഞ്ഞു, അതെടുത്തു കൊണ്ടുപോയി കളയാൻ പറഞ്ഞു. അപ്പോൾ ഒരു സന്യാസി കൊണ്ടുപോയി ആശ്രമത്തിൻ്റെ അടുക്കളയിൽ അടുത്തിട്ടപ്പോൾ അടുക്കളയ്ക്ക് തീ പിടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധൻ പറയാണ്, അതെടുത്ത് ദൂരെ കൊണ്ടുപോയി കളയാൻ. പ്രിയപ്പെട്ട മക്കളെ, ഒക്കെ എല്ലാവരും ചേർന്ന് ആ പാറക്കല്ല് തള്ളി നോക്കിയെങ്കിലും ഒരാൾ നോക്കിയപ്പോഴാണ് അതിൻ്റെ മുകളിലിരിക്കുന്ന പൈശാചിക അരൂപിയെ വെളിപ്പെട്ട് കിട്ടിയത്. കാരണം ആ വിശുദ്ധന് അരൂപികളെ വിവേചിച്ചറിയാനുള്ള വരമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഒത്തിരി പരിശ്രമിച്ചിട്ട് മാറുന്നില്ല. ചില രോഗങ്ങൾ, ചില തടസ്സങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റില്ല, ആത്മീയജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നമ്മുടെ ഭൗതിക സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും നിൽക്കുന്നിടത്ത് തന്നെ നമ്മൾ നിൽക്കുന്നു. അപ്പോഴാണ് നമ്മൾ അരൂപികളെ വിവേചിച്ചറിയാൻ കൃപയുള്ള വ്യക്തികളെ കാണുമ്പോൾ അവർക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലിരിക്കുന്ന പൈശാചിക അരൂപി ഉണ്ടെങ്കിൽ അതിനെ കാണാനും അതിൻ്റെ കാരണം കണ്ടെത്താനും പറ്റും. കാരണം പൈശാചിക അരൂപി ഇരിക്കുന്നത് ഈ പാപത്തിൻ്റെ മുകളിലാണ്. ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കല്ലിൻ്റെ മുകളിൽ പൈശാചിക ശക്തി ഇരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലൊക്കെ രഹസ്യമായി മറഞ്ഞിരിക്കുന്ന ചില പാപത്തിൻ്റെ ദൈവകൽപ്പനയുടെ ലംഘനത്തിൻ്റെ മേഖലകളുടെ മുകളിലാണ് പൈശാചിക ശക്തി ഇരിക്കുന്നത്. അപ്പോഴത് അരൂപികളെ വിവേചിച്ചറിയുന്നവർക്ക് അത് കാണാൻ പറ്റും. അതെടുത്ത് കളയുമ്പോഴാണ് ആ പ്രശ്നം മാറിപ്പോകുന്നത്. വലിയൊരു ശുശ്രൂഷയിലും കൃപയിലുമാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വചനം കേൾക്കണം. കർത്താവിൻ്റെ പ്രകാശം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ അത് വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വലിയ വിടുതലും കൃപയും ശക്തിയും കിട്ടുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ചെന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ. വലത് കരമുയർത്തി ഒന്ന് ഈശോയെ എന്ന് വിളിച്ചേ, സ്വരമുയർത്തി ഒന്ന് ഈശോയെ എന്ന് വിളിച്ചേ, സ്വരമുയർത്തി ഒന്ന് ഈശോയെ എന്ന് വിളിച്ചേ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനക്കരയിൽ ഒരിക്കൽ ധ്യാനിക്കാനായിട്ടൊരു കുടുംബം വന്നു. അപ്പോൾ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് കോടികളുടെ കടമുണ്ട്, ഒരു വലിയ കടബാധ്യതയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പേപ്പറിൽ എഴുതി കൊടുത്തു. അപ്പോൾ ഡൊമിനിക് അച്ഛൻ ഇത് വാങ്ങി വായിച്ചിട്ട് അച്ഛന് ഈ മനുഷ്യൻ്റെ കയ്യിൽ, ഈ മനുഷ്യൻ്റെ ശിരസിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഓർക്കാണ്, അച്ഛന് അവരോട് ചോദിച്ചു, വീട്ടിലെ മുറിയിൽ ഈ ഷെൽഫിൻ്റെ അലമാരയ്ക്കുള്ളിൽ സ്ഥലത്തിൻ്റെ 3 ഡോക്യുമെൻ്റ് ഇരിപ്പുണ്ടെന്ന് ചോദിച്ചു. എന്ന് ഓർക്കുകയാണ്, ചോദിച്ചാണ് 3 ഡോക്യുമെൻ്റ് ഇരിപ്പുണ്ടോ, സ്ഥലത്തിൻ്റെ 3 ഡോക്യുമെൻ്റ് ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ സ്ഥലത്തിൻ്റെ 3 ഡോക്യുമെൻ്റ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിൽ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട്, അച്ഛൻ പറയാണ്, അതിലൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനോടൊരു പ്രശ്നമുണ്ട്. അതിലൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനോടൊരു പ്രശ്നമുണ്ട്.
ആ പ്രശ്നം തീർന്നാൽ നിങ്ങളുടെ കടബാധ്യത മാറും. ആ പ്രശ്നത്തിലിരിക്കുന്ന പൈശാചിക രൂപിയാണ് സാമ്പത്തിക മേഖലകളെ നശിപ്പിച്ച് കളയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രമിതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ സഹോദരൻ പറയാണ്, അദ്ദേഹം തിരിച്ചു പോയിട്ട് ആ സ്ഥലം വിറ്റ് അതുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തീർത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കടബാധ്യത മാറാൻ ദൈവം അവർക്ക് വാതിൽ തുറന്നു കൊടുത്തു. കരങ്ങൾ അടിച്ച് കർത്താവിനെ നിർത്തുക. ഹല്ലേലൂയ. ശ്രമിതി ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ ബെനഡിക്റ്റ് മലയാളം പറഞ്ഞ അതിൻ്റെ അടിയിലിരിക്കുന്ന ഒരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം ഇരിക്കുന്നത് കൊണ്ടാണ് അവിടെ പൈശാചിക രൂപീകരിക്കുന്നത്. ഇവിടെ നോക്കുക, ആ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഉള്ളിൽ ദൈവ കൽപ്പനയുടെ ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു കാര്യം വീട്ടിലിരിപ്പുണ്ട്. അത് കണ്ട് അത് കാണാനുള്ള ഒരു വരമാണ് അരൂപികളെ വിവേചിച്ചറിയാനുള്ള വരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രമിതി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറയും, ഈ ധ്യാനത്തിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രമിതി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ വായിക്കി നോക്കിയേ, നമ്മുടെ കർത്താവ് മർക്കോസ് വിശേഷമൊക്കെ വായിക്കുമ്പോൾ ഈശോന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ പൈശാചിക ശക്തികളെ ബഹിഷ്കരിച്ചുകൊണ്ടാണ്. നമ്മൾ പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ 430 വർഷം അടിമത്തത്തിലായിരുന്നു. അപ്പോൾ ദൈവമായ കർത്താവ് മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ചെന്ന് ഫറവോയോട് പറയുക, എൻ്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിട്ടയക്കുക. അപ്പോൾ ഫറവോ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈജിപ്തിൽ നിന്ന് പോകുന്നത്? അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എൻ്റെ ജനം ഈജിപ്തിൽ നിന്ന് പോകുന്നത്, അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നത്. അതുപോലെ നമുക്ക് പൈശാചിക ശക്തികളുടെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടുമ്പോഴാണ് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ നമുക്ക് കിട്ടുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അണക്കരയിൽ വൈദികരുടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ധാരാളം വൈദികൾ ഈ ജനുവരി മാസത്തിലൊരു ധ്യാനമുണ്ട്. അപ്പോൾ ധാരാളം അച്ഛന്മാർ അവിടെ ധ്യാനിക്കാനായിട്ട് വന്നു. അത് തിരിച്ചുപോയി. ഒരു ദിവസം ഞാൻ യാത്ര ചെയ്തപ്പോൾ അവിടെ ധ്യാനം കൂടിയ ഒരച്ഛനെ ഞാൻ ബസ്സിൽ വെച്ച് കണ്ടു. അപ്പോൾ ഈ അച്ഛനെ പെട്ടെന്ന് ഓടി വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡൊമിനിക്കച്ചൻ്റെ വൈദികരുടെ ധ്യാനത്തിന് ഞാൻ വന്നിരുന്നു, ഞാൻ ധ്യാനം കൂടി. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ ഒരു സോഷ്യൽ വർക്കിൻ്റെ മേഖലയിൽ കേരളത്തിൽ നല്ല അറിയപ്പെടുന്ന ഒരു അച്ഛനാണ്, ഒത്തിരി ജോലി ചെയ്യുന്ന, അതിൻ്റെ PhD ഒക്കെ കഴിഞ്ഞൊരാണ് അച്ഛനാണ്. അപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവിടെ വന്ന് ധ്യാനം കൂടി, അച്ഛൻ എൻ്റെ ശിരസിൽ കൈവച്ച് ഡൊമിനിക്കച്ചൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഡെലിവറൻസ് പെയർ തന്നു. എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുതം, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കൊതി മാറുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ പറയാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കൊതി മാറുന്നില്ല. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്ന വലിയൊരു വചനോടെ 22 ഉണ്ടല്ലോ, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. അപ്പോൾ അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷ സമയത്തൊക്കെ അച്ഛൻ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന നൽകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പാപം പുറത്തു പോയിട്ട് പാപത്തിൻ്റെ വാതിൽ അടഞ്ഞിട്ട് ദൈവ കൃപയുടെ വാതിൽ എന്നേക്കുമായി ദൈവം തുറന്നു തരും. അതിൻ്റെ പേരാണ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. നമ്മളിലുള്ള പാപശക്തിയൊക്കെ പുറത്തു പോയിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് തുറന്നിടുന്നതിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ ഡെലിവറൻസ് എന്ന് പറയുന്നത്. പാപത്തിൻ്റെ വാതിൽ അടച്ചു കളഞ്ഞിട്ട് ദൈവകൃപയിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ ഹൃദയം എന്നേക്കുമായി ദൈവം തുറക്കും. അതാണ് അച്ഛൻ പറഞ്ഞ, എനിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും
കൊതി മാറുന്നില്ലെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പിന്നെ ആരും പ്രാർത്ഥിക്കാൻ പറയേണ്ട കാര്യമില്ല, ബൈബിള് വായിക്കാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവ കൃപ തന്നെ പ്രാർത്ഥിക്കാൻ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ആ ഒരു കൃപയിലേക്കാണ് ഈ ശുശ്രൂഷയിൽ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, നമ്മൾ ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 2-3 വായിക്കുമ്പോൾ അവിടെ മറിയം മഗ്ദലേനയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവളെക്കുറിച്ച് പറയാണ്, അവളിൽ നിന്ന് കർത്താവ് 7 പിശാചുക്കളെ പുറത്താക്കി. മറിയത്തിൽ നിന്ന് കർത്താവ് 7 പിശാചുക്കളെ പുറത്താക്കി എന്ന് ബൈബിൾ വായിക്കുന്നു. ആ പിശാചുക്കൾ, ആ പൈശാചിക ശക്തി അരൂപികൾ മറിയത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ ലൂക്കാസ് സുവിശേഷം 10:39 വായിക്കുന്നു, മറിയം കർത്താവിൻ്റെ കാൽപാദത്തിനടുത്തിരുന്നു കൊണ്ട് അവിടുത്തെ വചനം കേട്ടുകൊണ്ടിരുന്നു. നമ്മളിൽ നിന്ന് പൈശാചിക ശക്തി പുറത്തു പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം വായിക്കാൻ നമുക്ക് ഈശോയുടെ അടുത്തിരിക്കാൻ പറ്റും. മണിക്കൂറുകൾ നമ്മൾ അടുത്ത വചനം മർത്തായെക്കുറിച്ചാണ് പറയുന്നത്. മർത്തായാകട്ടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യഗ്രചിത്തിയായിരുന്നു പറയുമ്പോൾ അതിനർത്ഥം ഈ മറിയത്തിൻ്റെ വ്യഗ്രത, അസ്വസ്ഥത എല്ലാം പോയി. ഈ മറിയം കർത്താവിൻ്റെ പാദത്തിങ്കിൽ ഇരുന്നു കൊണ്ട് വചനം കേട്ടുകൊണ്ടിരുന്നു. അണക്കരിയിലൊക്കെ ആദ്യ ശനിയാഴ്ചയൊക്കെ അനേകം ആയിരങ്ങൾ വന്ന് വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം കിട്ടുന്ന വലിയൊരു അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ. വചനത്തിൻ്റെ വാതിൽ നമുക്ക് ദൈവം തുറന്നു തരും. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം മാറാനല്ല പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ വചനം കിട്ടിക്കഴിയുമ്പോൾ, കർത്താവിനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മാറും. അതാണ് റോമാലേഖനം 8:31-32 വചനമുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അടുത്ത വചനം പറയും, സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കും. അപ്പം നമുക്ക് ഈ ശുശ്രൂഷ വരുമ്പോൾ, അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പകൽ സമയമൊക്കെ നമുക്ക് ഡെലിവറൻസ് പേർ കിട്ടുമ്പോൾ, ആരാധനയിലൊക്കെ അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ മറിയത്തിൽ നിന്ന് പുറത്തു പോയതുപോലെ പാപശക്തികൾ പുറത്തു പോയിട്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കും. ദൈവവചനം വായിക്കണമെന്നുള്ള വലിയൊരു ദാഹം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:11 പറയുന്ന പോലെ, എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുവൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവൻ, അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. സങ്കീർത്തനം 119:162 വചനം പറയുന്ന പോലെ, വലിയ കൊള്ള മുതൽ ലഭിച്ചാണ് എന്ന പോലെ അവിടുത്തെ വചനത്തെ പറ്റി ദാഹിക്കുന്നു. ആ വചനത്തോടുള്ള വലിയൊരു ദാഹം നമുക്ക് കിട്ടും. അപ്പോൾ ഈ മറിയത്തിൽ നിന്ന് കർത്താവ് പൈശാചിക അരൂപികളെ പുറത്താക്കിയപ്പോൾ അവൾ കർത്താവിൻ്റെ പാദത്തിങ്കിലിരുന്ന് വചനം കേട്ടു. അടുത്ത് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, മറിയം ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഓടി വന്നു. കർത്താവിൻ്റെ കല്ലറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവാലയത്തിലെ ബലിപീഠമാണ്. ശരിക്കും നമുക്ക് ഡെലിവറൻസ് കിട്ടിക്കഴിയുമ്പോൾ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ ഓടി വരും. കുർബാനയോട് നമുക്ക് ദാഹമുണ്ടാവും, കുർബാനയോട് നമുക്കൊരു ഹൃദയബന്ധമുണ്ടാവും. പരിശുദ്ധ കുർബാനയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ, മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ നമുക്ക് കിട്ടും. വചനത്തിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും മറിയം വന്നത് കർത്താവ് അവളിൽ നിന്ന് 7 പിശാചുക്കളെ പുറത്താക്കി കഴിഞ്ഞപ്പോഴാണ്. നമ്മൾക്ക് ഡെലിവറൻസ്, പൈശാചിക അരൂപികൾ നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് നമുക്ക് വചനത്തോടും കർത്താവിൻ്റെ തിരുശരീരത്തോടും പരിശുദ്ധ കുർബാനയോടുമൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരെ ദാഹം കിട്ടുന്നത്. നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 20:18 ഈ മറിയം ചെന്ന് അപ്പസ്തോലൻ പറയാണ്, ഞാൻ കർത്താവിനെ കണ്ടു, ഞാൻ കർത്താവിനെ കണ്ടു. അവൾക്ക് കർത്താവിനെ കാണാനുള്ള, ഉദ്ധിതനായ കർത്താവിൻ്റെ കാണാനുള്ള വലിയൊരു കൃപ അവൾക്ക് കിട്ടി. അത് അവളിൽ നിന്ന് തിന്മയുടെ സ്വാധീനമൊക്കെ വിട്ടുപോയി കഴിയുമ്പോഴാണ് ഈ വലിയൊരു അഭിഷേകം അവൾക്ക് കിട്ടിയത്. കരങ്ങൾ ഉയർത്തി ഒന്ന് ഈശോയെ എന്ന് വിളിച്ചേ, സ്വരവേത്തി ഈശോയെ എന്ന് വിളിച്ചേ, സ്വരവേത്തി ഈശോയെ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. കരങ്ങളടിച്ചെന്ന് കർത്താനും മറുത്തു പിടി, കരങ്ങളടിച്ചെന്ന് കർത്താനും, കരങ്ങൾ ഉയർത്തി അടിച്ച്, കരങ്ങൾ ഉയർത്തി അടിച്ച്. പ്രിയപ്പെട്ടവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡൊമിനിക് അച്ഛൻ്റെ ഒരു കൺവെൻഷൻ നടന്ന വലിയൊരു അത്ഭുതം.
അതൊരു വലിയൊരു സ്വർഗത്തിൻ്റെ വലിയൊരു അത്ഭുതമാണെന്ന് ഞാൻ പറയും. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ചേർത്തലയിൽ വെച്ചാണ് അച്ഛൻ്റെ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം അനേകം വർഷങ്ങൾ മദ്യപാനത്തിന് അഡിക്റ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിനെ പല സ്ഥലത്ത് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയിട്ടുണ്ട്. ഡി അഡിക്ഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ മനുഷ്യൻ വീണ്ടും മദ്യപിക്കും. അങ്ങനെ സാമ്പത്തിക മേഖലയെല്ലാം നശിച്ചു, കുടുംബം നശിച്ച് താറുമാറായി. അങ്ങനെ ആകെ മദ്യപാനത്തിൻ്റെ ഭയങ്കര അഡിക്റ്റഡായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഈ കൺവെൻഷൻ്റെ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഈ മനുഷ്യനെ നിർബന്ധിച്ച് കൺവെൻഷന് കൊണ്ടുവന്നു. ഇദ്ദേഹം അവിടെ ഒരു സ്ഥലത്ത് താമസിച്ച്, വീട്ടിൽ പോകാതെ താമസിച്ച് 5 ദിവസത്തെ കൺവെൻഷന് പങ്കെടുത്തു. വചനം കേട്ട് പോയി കുമ്പസാരിച്ചിട്ട് കൗൺസിലിംഗ് നടത്തിയിട്ട് ഈ മദ്യപാന ആസക്തിയുടെ 10-18 വർഷത്തോളം ക്രോണിക്കായിട്ടുള്ള ആൽക്കഹോളിക്കായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അതെല്ലാം എഴുതി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛന് ഇദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ മദ്യപാന ആസക്തിയെ ബന്ധിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇദ്ദേഹം അടുത്ത ദിവസം കൺവെൻഷൻ കൂടി തിരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അച്ഛൻ്റെ പ്രാർത്ഥന കിട്ടിയ പിന്നെ ഒരിക്കൽ പോലും എനിക്ക് മദ്യപിക്കണമെന്ന തോന്നലുണ്ടായിട്ടില്ല. കരങ്ങളടിച്ച് കർത്താവ് ഹല്ലേലൂയ, ശ്രമിതി ഹല്ലേലൂയ. നമുക്കറിയാം 18 വർഷത്തോളം ക്രോണിക് ആൽക്കഹോളിക്കായുള്ള ആൾക്ക് എന്തു ചികിത്സ നടത്തിയാലും മദ്യത്തോടുള്ള ഒരു ക്രേവിങ് ഉണ്ടാവും. മദ്യപിക്കണമെന്നുള്ള ചിന്ത മനസ്സിൽ വരും. ഈ മനുഷ്യൻ പറയാണ്, അച്ഛൻ എൻ്റെ ശിരസിൽ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ശക്തിയെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മദ്യപിക്കണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ്, രണ്ടാമത്തൊരു കാര്യമുണ്ട്. രണ്ടാമതെനിക്കൊരു അത്ഭുതം ഉണ്ടായി. ഈ മദ്യപിക്കണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, അദ്ദേഹം പറയാണ്, ദൈവവചനം പഠിക്കണം എന്നുള്ള ഒരു ദാഹം എൻ്റെ ഉള്ളിലുണ്ടായി. അദ്ദേഹം പറയാണ്, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. ഞാൻ യൂട്യൂബിൽ ഡൊമിനിക് അച്ഛൻ്റെ വചനം കേട്ട് അദ്ദേഹം പറയാണ്, ഒരാഴ്ചക്കുള്ളിൽ 300-ലധികം വചനം കാണാതെ പഠിച്ചു. കരങ്ങളടിച്ച് കർത്താവേ ഹല്ലേലൂയ, ശ്രമിതി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രാർത്ഥിച്ചപ്പോൾ, അച്ഛനോരോ മനുഷ്യനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത്രയും വർഷമായ പാപത്തിൻ്റെ ഒരടിമത്തം പുറത്തു പോയിട്ട് ആ വ്യക്തിയിൽ ദൈവവചനം വായിക്കണം, ദൈവവചനം പഠിക്കണമെന്നുള്ള ഒരു ദാഹമുണ്ടായി. വായിക്കാൻ അറിയില്ലെങ്കിലും ദൈവമായ കർത്താവ് ആ മനുഷ്യനെ പഠിപ്പിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശ്രമിതി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ അതിൽ എഴുതി. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ വചനം പഠിച്ചു കുറേ നാളിങ്ങനെ കുറേ വചനം പഠിക്കാൻ പറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് തൈറോയ്ഡ് രോഗമുണ്ട്. ഒരു ദിവസം കുരിശ് വരച്ചവൾക്ക് ഈ രോഗം കൂടിയപ്പോൾ ഞങ്ങൾ രാത്രി കുരിശ് വരച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ മുട്ടുകുത്തിയെന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ രോഗം മാറാൻ വേണ്ടി വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അത് എഴുതിയിരിക്കുകയാണ്, അടുത്ത പ്രാവശ്യം ടെസ്റ്റിന് പോയപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു രോഗമില്ല. കരങ്ങളടിച്ച് കർത്താവേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള പൈശാചിക സ്വാധീനങ്ങൾ, പാപത്തിൻ്റെ സ്വാധീനങ്ങൾ, തിന്മയുടെ ശക്തി, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അടിമത്തങ്ങൾ, അതെല്ലാം പുറത്തു പോയിട്ട് സ്വർഗത്തിലേക്ക് കർത്താവ് നമ്മുടെ ഹൃദയം തുറക്കും. സ്വർഗത്തിന് നേരെ നമ്മുടെ ഹൃദയം തുറക്കും. അപ്പോസ്തലപ്രവൃത്തി 7:54-55 വചനത്തിൽ സ്തെഫാനോസിന്റെ ഹൃദയം സ്വർഗത്തിലേക്ക് തുറന്ന ഹൃദയമാണ്. അതുകൊണ്ടാണ് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ 7:54-55 വായിക്കുന്നു, ചുറ്റുമുള്ളവർ